ഹലോ ഗൈസ്, നമ്മളിന്ന് കുറച്ച് മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പഴുത്ത മാങ്ങ. അപ്പോൾ അതൊന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒത്തിരി നാളായി നമ്മൾ മാംഗോ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട്. അപ്പം ഇന്ന് മാംഗോ ജ്യൂസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അത്യാവശ്യം നല്ല പഴുത്ത മാങ്ങ തന്നെയാണ് കേട്ടോ. ആ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇച്ചിരി പൊടിയും കൂടെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അതിൽ നമ്മൾ കുറച്ച് മധുരമൊക്കെ ആഡ് ചെയ്യുമല്ലോ എന്തായാലും. അപ്പോൾ പിന്നെ രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പൊയ്ക്കോളും. അപ്പം ഞാനതൊക്കെ മുഴുവൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പഞ്ചസാര ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂണോളം മതിയാവും. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ 1 ടീസ്പൂൺ മധുരം തന്നെ ധാരാളമാണ്. ഒത്തിരി മധുരമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മടുക്കും. ഇനി അതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ടപ്പാലാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള തണുപ്പിക്കുമ്പം കുഞ്ഞുങ്ങൾക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ സാധാരണ പാൽ എടുത്തത്. എന്നാലും നല്ല തിക്കായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. പിന്നെ മാംഗോ ജ്യൂസ് അല്ലേ, വേറെ ഒന്നും ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇച്ചിരി ഐസ്ക്രീം ഒക്കെ ഇട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ തണുപ്പ് പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ ഒഴിവാക്കി. സാധാരണ രീതിയിൽ നമ്മൾ സാധാരണ പോലെ ഒരു മാംഗോ ജ്യൂസ് അടിക്കില്ലേ, അതുപോലെ ഒരു മാംഗോ ജ്യൂസ് അടിച്ചെടുത്തു. അപ്പം ഒരു ഭംഗിക്ക് വേണ്ടി ഞാനിങ്ങനെ ഈ രീതിയിൽ ഒഴിച്ചെടുത്തതാണ് കേട്ടോ. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആർക്കും ഇഷ്ടപ്പെടും, കാരണം മാംഗോ ജ്യൂസ് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് കാണാം.